കുറച്ച് ദിവസമായിട്ട് തന്നെ മഴയില്ല ഞാൻ ആലോചിക്കുകയായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും ചെറിയൊരു മഴ വന്നിട്ടുണ്ട്. രാവിലെ എല്ലാവരും വൻ തിരക്കാം. ഞാൻ അതിനെക്കാട്ടിൽ വരും തിരക്കാം. നേരത്തെ വരണമെന്ന് പറയും ചെറു ദിവസം. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരത്തെ പോകണം. 8 മണിയാകുമ്പം ആരപ്പള്ളി ചെല്ലണം. ഇന്നലെയും കാണാനില്ല, പോയേക്കാം. രാത്രി നല്ല മഴയായിരുന്നു. രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നേരം എടുത്തപ്പം നിന്നു. അപ്പോൾ മൂടിക്കെട്ട് നിൽക്കുക. അപ്പം നേരത്തേക്കും ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ആകാശം ചെറിയ തെളിച്ചമുണ്ട്. മഞ്ഞ പൊക്കോ, സമയമായി. വാ വാ വാ, ഇതിലെ കൂടെ ഇറങ്ങാ. ഒന്ന് വന്നേ കുഞ്ഞേ. ഇതേ കഴിച്ചോണ്ട് പോന്നു. കറിയും കഴിച്ചോണ്ട് പോവാ. ചോറ് ഉണ്ണാതെ പോയേക്കുവാ. ഇങ്ങനെ നിൽക്കേ എന്നാ. മറ്റേ കൈ കൂടെ മിടുക്കാൻ. വെള്ളമൊക്കെ ഉണ്ട്. എന്നാ ഇവിടെ എന്തിയാ വെള്ളം? പൊക്കോളി, ചുമ്മാ പറയല്ലേ. എവിടെ ഇവക്ക് വെള്ളം? ആ ടീച്ചറിനോട് പറയണം പുതിയ ബ്രഷ് ഇട്ടാണ് ബ്രഷ് ചെയ്തെന്ന് പറയണേ. പൊക്കോ. പിടിക്കുന്നില്ല കയ്യേല്, അതാ അവളെ നോക്കുന്നേ. ID കാർഡൊക്കെ എടുത്തോ കൊച്ച്? മേടിക്കാൻ മറക്കല്ലേ ഞാൻ പറഞ്ഞതേ. ഇടുവല്ലോ, മേടിക്കാൻ മറക്കല്ലേ. കുടിക്കാൻ വെള്ളോ? പിന്നെ ചെള്ളക്കേസ്. കൊച്ചിനെ പിടിച്ചോണേ, അവള് തെന്നല്ലേ. ഒരു ഒരു മടി കാണിക്കുന്നുണ്ടല്ലോ. പാട്ടും പാടി അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടല്ലോ. ഒരെണ്ണത്തെ ആഹാ തുറന്ന പോലെ ഇട്ടേക്ക്. പിന്നെ
എന്താ കരണ്ടേ? ഇന്ന് ഇവിടെ തന്നെ അഴിച്ചോട്ടം വണ്ടി പറക്കണ്ടേ? ഞാൻ രാവിലെ വന്നിട്ടിരിക്കുന്നത്. അത് പറയാ പിന്നെ അമാരിട്ടില്ല. സമയം പോയില്ല. ഒരു കൈയിടുന്ന കുട്ട സംഭവം ഉണ്ടാക്കാവുന്ന വെച്ചപ്പോഴേ ഇതുകൊണ്ട് എലിയാന്ന് തോന്നി. ഇങ്ങനെ അത് പാറ്റ എന്തുവാ ഇങ്ങനെ കുറേശ്ശെ കടിച്ച് വെച്ചേക്കുന്നത്. കുറേ നാളായാലും ഉപയോഗിച്ചിട്ട് ഇതുണ്ട് കുറേ കടിച്ച് പൊട്ടിച്ചിട്ടേക്കുക. കുറേ ഇതായിട്ട് ഇതിനകത്ത് വന്ന് ഉണ്ടോ, കുറേ നാളായാലും എടുത്തിട്ട് അതുകൊണ്ടോ പൊട്ടിച്ചിട്ടേക്കുന്നുണ്ടോ. എന്താന്ന് നോക്കിക്കോണേ. അതിനകത്തുനിന്ന് ഇത് കൊള്ളത്തില്ല, പക്ഷേ ഇത് കൊള്ളാം. ഇതിനകത്തുനിന്ന് ഇപ്പം ഞാൻ എടുത്തത് ഇതിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാൻ വെച്ചു കൈയാടുന്നത്. ഇപ്പം ഇത് കൂട്ടൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഇതിനൊന്നും കൊള്ളത്തില്ല കേട്ടോ. ഇതിങ്ങനെ അങ്ങ് പോയി അതിന് പെട്ടെന്ന് പൊട്ടുന്നുണ്ടോ, പൊട്ടി പോവും അത്. ഇവിടെ മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. അതൊക്കെ മാറ്റി വെച്ചേക്കാം. എല്ലാം കൂടെ കുഴഞ്ഞ് മുടഞ്ഞ് ഇതും കോർത്ത് ഞാനിങ്ങനെ സാധനം ഉണ്ടാക്കി. കൊള്ളാം. അയ്യോ കൊള്ളാല്ലേ. അടിപൊളി. എനിക്ക് ചേരുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നാരായണിക്കേ ചേരത്തുള്ളൂ, ചെറുതായിരുന്നു. ഷാമ്പൂയ്ക്ക് ഇടാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് പൊട്ടിച്ച് വെക്കും. നോക്കിയേക്കാം, ഞാനിട്ട് നോക്കാമല്ലോ. എന്തായാലും പൊട്ടു നോക്കട്ടെ. അടിപൊളി കണ്ട ചേടെ എല്ലാവരും ഒരു മുത്തെടുത്ത് കോർക്കുന്നതിനാണ്. അടിപൊളി, കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. അത് വെയിൽ കണ്ട. കുറച്ച് നേരമായിട്ട് പട്ടി അവിടെ കിടന്ന് കൊര. എന്താ സംഭവം നമുക്കറിയാം. കോഴിയെ കണ്ടു കുരയ്ക്കാൻ കോഴിയെ ഞാൻ പിടിച്ചിട്ട്. ഇനി എന്താണ്, അതിൽ കൂടെ ആരെങ്കിലും പോയതാണോ, അത് ഇങ്ങോട്ടാരെങ്കിലും വന്നതാണോ, പാമ്പോ ചെമ്പോ വല്ലതും ആയിരിക്കും. വെറുതെ അങ്ങോട്ട് പോയി പണി മേടിക്കണ്ട. ഇവിടെ വല്ലതും ഉണ്ടോ? ഇങ്ങോട്ട് നോക്കിയാ വരയ്ക്കുന്നത്, വെളിയിലോട്ട് നോക്കിയാ വരയ്ക്കുന്നുണ്ടോ? എന്തുവാടേ? വേണ്ട, ഒത്തിരി അന്വേഷിക്കണ്ട, ശരിയാതില്ല. 19, 17, 16, 15, 14. പട്ടി പിന്നെ കുറയ്ക്കുന്നുണ്ട്. എന്താ സംഭവം? എന്തോ സംഭവമുണ്ട്. എന്തായാലും ഞാൻ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് നോക്കാൻ വരാൻ പറ്റില്ല കുട്ടി, പറ്റില്ല. ഒന്നും വലിയ വെയിലൊന്നുമില്ല, മൂടലാണ്. എന്നാലും ഞാനൊന്ന് പോയി ഒന്ന് കാണട്ടെ. TV
ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നല്ലോ. ഉണ്ട്, മഴ തൂളുന്നുണ്ട്. ഞാൻ ഒരുപാട് നേരം കിടന്നുറങ്ങി. നല്ല തലവേദന. ഉറങ്ങിക്കഴിഞ്ഞാൽ മാറുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ മാറില്ല. ഇന്നലെയും തലവേദന ഉണ്ടായിരുന്നു, ഇന്നും തലവേദന. എന്ന് ഈ തലവേദന എന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേട്. എപ്പം നോക്കിയാലും തലവേദന. നാരായണി പറഞ്ഞാൽ അമ്മയ്ക്ക് എപ്പോഴും തലവേദനയാണ്. മഴ തൂടുന്നല്ലോ. കൊച്ചു വരാറാകുമ്പോൾ മഴയില്ലാതിരുന്നാൽ മതിയായിരുന്നു. മഴ, വെയിലുമുണ്ട് മഴയുണ്ട്. വെയിലുമുണ്ട്. ആ, 4:45 ഇപ്പോഴാണ് ഉച്ചക്കത്തെ ഊണ് കഴിക്കുന്നത്. ഭയങ്കര മഴക്കാറാണ് കേട്ടോ. കൊച്ചിനെ വിളിക്കാൻ വേണ്ടി നാരായണിയാണ് പോകുന്നത്. അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. വേമ്പനാടൻസ് എന്ന പേര്. ഒത്തിരി തുള്ളിട്ടുണ്ടെങ്കിൽ ഇടിയും. ഇതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വായിക്കുന്ന നല്ല തലവേദനയുണ്ട്. അതിൻ്റെ കൂടെ അവളെ വിളിച്ചോണ്ടും കൂടെ വരാൻ എനിക്ക് വയ്യ. ഒന്നാമത് അലമ്പുണ്ടാക്കി വേണം വരാൻ. അവൾ വരുമ്പോൾ എന്തായാലും അലമ്പുണ്ടാക്കും. എന്നാൽ പിന്നെ എല്ലാം കൂടെ ആകുമ്പോൾ എനിക്ക് നല്ല സുഖമായിരിക്കും. അവളെ തന്നെ വിട്ട് വരെ അവർ വരുന്ന സമയത്തെ ചായ ഉണ്ടാക്കി വെക്കാം. വെയിൽ ഇതിൽ കൂടെ റംബുട്ടാൻ പറിക്കാൻ വേണ്ടി ആള് വരുന്നുണ്ട്, ഒരു ഷിമ്മിക്കൂടുമായിട്ട്. എൻ്റെ അമ്മ പാല് ചായ ഉണ്ടാക്കി വെക്കാം. ഷാമ്പു കയറി വരുമ്പോഴേ ചായ എന്നും പറഞ്ഞു, ചായ ഉണ്ടാക്കിയോ എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ചായ എന്നിട്ട് കുടിക്കുമോ അതുമില്ല. വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. കൈ കൊടുത്താലും കുടിക്കുകയല്ല. കാണണമെന്നേ ഉള്ളെന്ന് തോന്നുന്നു. കോഴി അഴിച്ചു വിട്ടില്ലല്ലോ. കോഴി അഴിച്ചുവിടാം. മൈഗ്രെയിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അത് എന്ത് കാണിച്ചാലും മാറത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും മുട്ട എടുക്കുന്നു. യെസ്, എല്ലാം നേരെ എങ്ങോട്ടാണ് ഓടുന്നത്? ഇതിനെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നേ. ഇതാ എന്നാടാ ഭയങ്കരം. മുട്ടേ പിന്നെ വരും. ഇതൊക്കെ എന്നതാ? ഞാൻ പോകുന്ന വഴി വരുവാ. ഇച്ചിരി ഗോതമ്പ് കൊടുക്കാം. തരാം.
ഒരു ഭയങ്കര അലമ്പ. എന്താണ് 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 ഓ കാണാനുണ്ടല്ലോ. ആൾക്കാരെ എവിടെ പോയി? അതാണിപ്പോൾ ആലോചിച്ചേ. പൊറോട്ട മേടിച്ചിട്ടുണ്ടല്ലോ. ആര് പൊറോട്ട മേടിച്ചു? ചേച്ചി. എന്നാ ചേച്ചി പൊറോട്ട മേടിക്കും. സത്യം. പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയും മുട്ടയുടെ ഗ്രേവിയും. എന്നാ ചേച്ചി പൊറോട്ട മേടിച്ച്. പെണ്ണെ കാലൊക്കെ ചെരുപ്പൊക്കെ ഊര്. ഉടുപ്പുണ്ടോ? എനിക്ക് പൊറോട്ട വാങ്ങി തരുക. പോച്ചാണ് ഇവിടെ പൊറോട്ട ഒന്നും ഇരിപ്പില്ല. ഇവിടെ വേണമെങ്കിൽ സാമ്പിയുടെ അമ്മ. ഷാമ്പുയുടെ അമ്മയൊക്കെയാണ്. ഇല്ലാത്ത സാധനം ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. അമ്മ എനിക്ക് വാങ്ങിത്താ. എനിക്ക് അടുക്കളയിൽ നമുക്ക് അവിടെ നോക്കട്ടെ. ഇന്നത്തെ പണികൾ കഴിഞ്ഞു. കുറച്ച് താമസിച്ചല്ലോ. എങ്ങോട്ടാ പോന്നേ? ആ ആ അതെ. തന്നെ അയ്യോ ഇല്ല, ഇല്ലായിരിക്കുകയല്ല. ഇല്ല ബായി ഉള്ളതായിരുന്നു. അത് ഞാൻ എന്തിനോ എടുത്തു വെച്ചിട്ട് പിന്നെ തിരിച്ചു വെക്കാൻ മറന്നു. വെളുത്തുള്ളി തരാം. സുഖം. നാളെ കാണാം. ആ ആ എന്തിൻ്റെ കുറവ്? ഒരു ചോദ്യം.
കണക്ക് ഞാൻ നാളെ കൊടുത്തേരും. കേട്ടോ? കണക്ക് നാളെ ഓക്കെ. എന്നാടി ഇവിടെ ഒച്ചയും വെള്ളം ഭയങ്കര അറിയത്തില്ല. അതെ എന്നാ നീ എന്തിനാ പുള്ളിയെ വിളിച്ചേ? പിന്നെ എന്നെ ഇങ്ങോട്ട് കുറെ നേരം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞതാ. എന്നാ പറഞ്ഞിട്ട് പറഞ്ഞുതാ എന്നാ പറഞ്ഞു തരാൻ പറഞ്ഞുതാ എന്നാ പറഞ്ഞു തരാൻ എന്നാ പറഞ്ഞു തരാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞതാ. പിന്നെ ഇപ്പോഴല്ലേ അത് കഴിഞ്ഞിട്ട് മാസം ഒന്നായില്ലേ. അത് പണിയാൻ കൊടുത്ത് വന്നല്ലേ, അത് പറഞ്ഞിട്ടാണ് കാര്യം. അവളുടെ കാര്യമുണ്ട്. ഞാൻ നോക്കട്ടെ ഇഷ്ടപ്പെട്ടോ. ഞാൻ പറഞ്ഞ പോലെ എന്നെയാണ് ചെയ്തേ. ഇത് പച്ചക്കല്ല് വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടോ കാണിക്കേ. ദേ. എൻ്റെ നാളിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പച്ച കളർ നല്ലതാണ് പറഞ്ഞു ആര് പറഞ്ഞേ? ചേട്ടൻ ഇങ്ങനെ നോക്കിയപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെ കണ്ടോ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞ്. ഇഷ്ടപ്പെട്ടോ? പോരെ ഇത് പോരെ? പിന്നെ ഇത് മതി.